ഹലോ, ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ 3 ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ് ആണ്. ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റൗണ്ട് ബെഡിൻ്റെ മോസ്കിറ്റോ നെറ്റാണ്. ബെഡിന് ചെയ്യണ റിമൂവ് ആക്കണ മോസ്കിറ്റോ നെറ്റാണ്. അതിനാവശ്യമായിട്ട് നമുക്ക് 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്, പിന്നെ മോസ്കിറ്റോ പൈപ്പ്, പിന്നെ ഒരു 1.5 ഇഞ്ച് മോസ്കിറ്റോ നെറ്റുമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. നെറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 50 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 50 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മളത് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് 25 ഇഞ്ച്, അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ 4 മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ 25 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റിൻ്റെ മൊത്തത്തിൽ ലെങ്ത്തും വിഡ്ത്തും വരുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 ഇഞ്ചിലാണ് ചെയ്യണത്. നമ്മൾ ബെഡ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ 25 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അംബ്രല്ല ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. 4 പീസായിട്ടാണ് നമ്മൾ, അതായത് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്ക് 25 ഇഞ്ച് അംബ്രല്ല കട്ടിങ്ങിൽ വേണം. റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് അംബ്രല്ല കട്ടിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നെറ്റ്. അപ്പോൾ അതാ 25 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മീറ്റർ വച്ചതിന് ശേഷം 25 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നെറ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് കിട്ടുക. ഇതുപോലെ നമ്മൾ റൗണ്ട് ബെഡിനാകുമ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ പൈപ്പ്, അതായത് മോസ്കിറ്റോ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ലൈന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. സെൻറ്റർ ഭാഗത്ത് നിന്ന് 5 ഇഞ്ച് 4 ഭാഗത്തും വേണം അടയാളപ്പെടുത്തിയെടുക്കാൻ. ഇതുപോലെ ഫസ്റ്റ് ഈ ഒരു പോർഷൻ അടയാളപ്പെടുത്തിയെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനും അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാകുമ്പോൾ 2 ലൈനായിട്ട് നമുക്ക് സെൻറ്റർ ഭാഗത്ത് കിട്ടും. റൗണ്ട് ഷേപ്പിൽ വെക്കുമ്പോൾ 2 ലൈന് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരും. അത് മോസ്കിറ്റോ പൈപ്പ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് അതിനൊരു പൈപ്പിംഗ് കൊടുക്കാനാണ്. അതായത് ക്ലോത്ത് കൊണ്ട് ഒരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 2 ലൈനായിട്ട് നമുക്ക് കിട്ടും. ഇത് നെറ്റുമ്മലായതുകൊണ്ട് ക്ലിയറായിട്ട് കാണുന്നില്ല, 2 ലൈനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നെറ്റുമ്മ പൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് കൊണ്ട് 2 ലൈന് നമുക്കതുമ്മ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ 2 ലൈനുമ്മ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പീസ്
ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 ഇഞ്ച് വിഡ്ത്തും 50 ഇഞ്ച് ലെങ്ത്തും ആയിട്ടാണ് ഈ ക്ലോത്ത് വേണ്ടത്. അങ്ങനത്തെ 2 പീസ് ക്ലോത്ത് നമ്മൾ എടുക്കണം. നമുക്ക് 2 ലൈനുമ്മലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് 2 ഭാഗവും ഫോൾഡ് ചെയ്തുകൊണ്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് 2 ഭാഗവും ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നെറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുള്ള 2 ലൈനുമ്മൽ നമ്മൾ ഈ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആ ലൈന് ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിക്ക് വേണം അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയത്. അപ്പം അത് മൊത്തത്തിൽ 2 ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആ ക്ലോത്ത് നെറ്റുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചോളം ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ എലാസ്റ്റിക് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അതിന് ആ പൈപ്പിങ്ങിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ പൈപ്പിങ്ങിൻ്റെ അറ്റത്ത് വരെ നമ്മൾ ഇതുപോലെ നെറ്റ് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അതിൻ്റെ മുകളിൽ കൂടെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. നമ്മൾ ആ ലൈനിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് നമുക്ക് ആ പൈപ്പ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ 2 ഭാഗവും നമ്മൾ ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കി എല്ലാ ഭാഗവും നമ്മൾ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഉള്ളിലേക്ക് 1 ഇഞ്ച് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേണം എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് പൈപ്പ് വെച്ചതിന് ശേഷം ഇത് കണക്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് പൈപ്പ് ഇതുപോലെ നമ്മൾ അതിൽ കണക്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അതാവും നല്ലത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ പൈപ്പ് പെർഫെക്റ്റായിട്ട് അതിലേക്ക് ഇൻസൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ലൈനിൻ്റെ ഉള്ളിലൂടെയും പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഭാഗത്തും പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല വലിച്ചിട്ട് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ ബെഡുമ്മ ടൈറ്റായിട്ട് നെറ്റ് കെടുക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റിൽ വലിച്ചിട്ട് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ കണക്ട് ചെയ്താൽ നമ്മളെ നെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് ബെഡിന് റിമൂവ് ആക്കണ മോസ്കിറ്റോ നെറ്റാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫൈനൽ ബെഡിൻ്റെ ലുക്കാണത്. ബെഡും 2 സൈഡ് പില്ലോസും ഒരു ഹെഡ് പില്ലോയും അതിലേക്കൊരു മോസ്കിറ്റോ നെറ്റും.